അറിയാമല്ലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിന്ന് CS ഒക്കെ ആയിട്ടാണ് വന്നേക്കാം. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം സെറ്റാക്കി വെച്ച് എടുത്തതാണ്. ഭയങ്കര മടുക്കുന്നത് എൻ്റെ പനിയൊന്നും പറയാനില്ല. സെറ്റ് കളിക്കും. അപ്പോൾ നമുക്ക് ഈ കളിയെങ്കിലും വിജയിക്കണമെന്ന്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കളിച്ചു. ഇന്നലെ നമ്മൾ മറ്റേ ഇതായിരുന്നു കളിച്ചത് ഗൈസ്, ലോൺ വുൾഫ് പൊട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കളിക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോകാം. എന്താ മോനെ, എനിക്കിപ്പോൾ മനസ്സിലായത് ഈ ടയർ ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അത് ഇങ്ങോട്ട് ചാടിക്കുന്നത്, അത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അടിപൊളി ഷൂസ് നമുക്കും ഇല്ലാത്തത് കൊണ്ടൊന്നുമില്ല. ഉള്ള തപ്പൂജ 2 പേരുണ്ട്. ഒന്നും ഇപ്പോൾ കുഴി പോയി ചാടിയാണ്. എന്നാൽ അടന്തല്ലെന്ന് പറയും സുഖം. നിലത്ത് വാരി അടിക്കും കേട്ടോ. നീ എന്തോ വിചാരിച്ചിടി, നീ എന്നെ കൊല്ലുന്നോ? നീ ഒന്നും ചെയ്യാനില്ല. എന്തോ ഒരു ഓൾഡ് പ്ലെയർ ആട്ടോ, പക്ഷേ അത് വേറെ രസം. ഫുള്ളി റെഡ് ഗൈസ്, ഫുള്ള് റെഡ് മാത്രമേ അവർക്ക് കയറിയുള്ളൂ. എടാ എൻ്റെ കില്ലെടുത്തോണ്ട് പോയതി. എടാ ഏത് ആരും എടുത്തുകൊണ്ട് പോയത്. പക്ഷേ ഗൈസ് ഫസ്റ്റ് കളി തന്നെ എത്ര കില്ലെടുത്ത്? 1 കില്ല് എടുത്ത് ഗൈസ്, 1 കില്ല്. അതറിയാമോ നിങ്ങൾക്ക്? ഓക്കെ, സ്മോക്ക് ബോംബ് എടുത്തേക്ക് ആവശ്യം വരും. അതോ ഗ്രനേഡ് എടുക്കണോ? നമുക്കിതെടുക്കാം. ഗ്രനേഡ് കുറച്ചിട്ട് അടിച്ചെടുത്താൽ അത് മതി. നല്ല അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഡ്രസ്സിൻ്റെ കൂടെ കിങ് ഫിഷർ എടുക്കുന്നതിൻ്റെ എനിക്ക് വലിയ താല്പര്യമില്ല. ഇന്നാലും എടുക്കേണ്ട അവസ്ഥയായി പോയി. ഇപ്പോൾ എന്തോ രണ്ടലൊക്കെ കണ്ണലൊക്കെ ഫീലാവുന്നു ഗൈസ്. എന്ത് പറ്റി എന്നെനിക്കറിയാൻ പാടില്ല. അല്ല പിന്നെ നമ്മുടെ അടുത്താണോടാ ഇനി എൻ്റെ കളി. ഒറ്റ തന്നെ ജീവിക്കാൻ വേണ്ടി എല്ലാത്തിനും അമ്മയ്ക്ക് ഇപ്പം ചത്തേന് ആവത്തൊന്നുമില്ല. കാര്യം നല്ല ഹെൽത്ത് ചെയ്തിട്ടാണ് അവിടെ എല്ലായിടത്തും ഓരോരുത്തന്മാർ വെച്ചിരിക്കുന്നുണ്ട്. എവിടെയാടാ? അവിടെയാ. ശരിയെന്നാ ഇതെങ്ങനെയുണ്ട്? അയ്യോ, അമ്മരെല്ലാവരും പോയി, ഞാൻ പോട്ടെ. ഇത് പോയില്ലായിരുന്നില്ലേ? ഇനി ഫുള്ള് റഷ്. മിക്കവാറും അമ്മമാർ തന്നെ എല്ലാം തീർത്ത് നമ്മളും തീർത്ത് മുഞ്ചിരിക്കും. ഞാനവിടെ തീർക്കും. ഇതെന്താണ്? എനിക്ക് വയ്യ, ഞാൻ പോണ്. ഇതെന്ത് കഷ്ടമാണ്. എന്തെങ്കിലും ഒരു ഇച്ചിരില്ലാത്ത കാര്യത്തിന് കാരണം എനിക്കൊരു കില്ല് പോലും എടുക്കാൻ പറ്റിയിരുന്നു കേട്ടോ കഴിഞ്ഞ കളിയിൽ. ഇത് പറ്റില്ല. ഫേസ് കിടത്തിട്ടുണ്ട്. നീ കളി ഞാൻ പിടിക്കണോ മോനെ? നീ ഒന്നും നോക്കണ്ട. നീ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ എടുത്തത് കളി ഈ വേണ്ടി ഒരു എടുത്തിട്ട് പോവാം. കുത്തിപ്പിടി മാത്രമേ ഉള്ളൂ ഫേസ് കയ്യിൽ, വേറെ ഒന്നുമില്ല. പാപ്പ ഓക്കെ. എനിമി സ്പോട്ട്. അതാരുടെ ഇപ്പം തന്നെ എനിമി സ്പോട്ട് എടുത്തിട്ട് പോയെ. വാടായിങ്ങോട്. അവരുടെ വായും പൊളിക്ക് നോക്കി കാണാറില്ല. വാടാ ദൈവമേ. കളി കഴിഞ്ഞ് ഒരുത്തന്നെ ഇട്ട് നോക്കൊന്നിട്ട് ഒരു നോക്ക്. ഞാനാടാ കില്ലർ ഈ കളിയുടെ മെയിൻ ആൾ. ഈ കളിയിൽ ഞാനായിരിക്കണം ടോപ്പ്. അതാണ് ഞാൻ പറയണുള്ളൂ. എനിക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ കളി ഞാനായിരിക്കണം ടോപ്പ്. അവനെയും തീർത്ത് പൈസ. ഇനി ആരാണെങ്കിലും ഞാൻ ടോപ്പ്. പൈസ അത്തുള്ളൂ. നമ്മളെടുത്ത് കളിക്കാൻ വേണ്ടി വന്നാൽ ഇങ്ങനെയായിരിക്കും. നമ്മൾ ആ മാതിരി കളിയായിരിക്കും. ഹെഡ് ഷോട്ട് ചിങ്ങുന്നു വിളിക്കുന്നതന്നെ നമ്മുടെ സെറ്റ് കളിക്കാർ അടിച്ച് തൂപ്പാലാക്കി വിടും കേട്ടോ. അതാണ് ഞാൻ. ഇനിയിപ്പോൾ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നീ തീപ്പിടി കളി.
കിങ് ഫിഷർ എന്നല്ല, ഇനി ഓൾഡ് പ്ലെയർ മോഡ് ഗൈസ്. ഇനി ഫുൾ ഓൾഡ് പ്ലെയർ മോഡായിട്ട് മിക്കവാറും ഈ കളി അവന്മാർ കമ്പാക്ക് അടിക്കാൻ സാധ്യതയില്ല. എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ അവന്മാർ തീർത്തിരിക്കും. ഞാൻ പയ്യെ പോട്ടെ മതി, ഒത്തിരി പറന്നു പോയാൽ അവന്മാർ പയ്യെ വരുള്ളൂ. ഞാൻ വിചാരിക്കുമ്പോഴൊന്നല്ല, തീരെ പയ്യെ വരുള്ളൂ. അവിടെ ഇഷ്ടംമാതിരി എനിമിയുണ്ട്, ഞാൻ എപ്പുറത്തേക്കൂടെ പോവാം. അതാവുമ്പോൾ കുഴപ്പമില്ല. ഞാൻ എന്താ ഇപ്പം ഉണ്ടായെന്ന് ആലോചിച്ചതേ ഉള്ളൂ. എൻ്റെ പൊന്നു ഗൈസ്, എന്താ ഇപ്പം ഉണ്ടായേ? ഗൈസ്, അപ്പോൾ നമ്മൾ ബി അടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനായിരിക്കും സെക്കൻഡ് ഒന്ന് വിചാരിക്കുന്നു ഈസി അടിക്കല്ലേ തൂപ്പാലാക്കിയിട്ട്. ആ മാതിരി ഈസി ആയിരുന്നു ഗൈസ്, സത്യം പറയാലോ. അമ്മാതിരി ഈസി ആയിരുന്നു കളി. വേറെ ഒന്നും നോക്കാം. നമ്മൾ 4 കിലോ ഇത് ചെയ്യാനാണ്. അത് കാര്യം ചെയ്യാം, കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ കാര്യം. ഇതൊക്കെ നമുക്ക് പറയാം. ബോഡി അവിടെ നിന്ന് അവന്മാരോട് നമ്മളെ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കും. നമ്മളിതൊക്കെ കണ്ട് എത്ര കാലമായി, 4-6 വർഷമായിട്ട് ഇത് തന്നെ കേട്ടോണ്ടിരുന്നു. എന്നെ കണ്ടിട്ടാണ്. ഒരു മിനിറ്റ് ഗൈസ്, 2 മിനിറ്റ് ഗായ്സ്. ഇത് നോക്ക്, ഇത് എൻ്റെ കാര്യം വർക്കായി. ഓക്കേ, അപ്പം നിങ്ങളാരും പോയി പറഞ്ഞു കൊടുക്കേണ്ട ശരിയാവില്ല. ഇപ്പോൾ യൂട്യൂബറാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എൻ്റെ ഫോൺ സ്കോർ എത്ര ഗൈസ്? 94. അതിങ്ങനെ ഒരു സീസൺ കൂടി കളിച്ചിട്ട് നമുക്ക് പോയി VR കളിക്കാം. CS റാങ്ക്ഡ് കളിക്കാം. ഒരു സീസൺ കൂടി കളിച്ച് അല്ല, നമുക്ക് നാളെ കളിക്കാം ഗൈസ്, അടുത്തത്. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പോഴത്തെ കളി കയറുക, ഇതന്നെ കളി കയറാൻ എത്ര പയ്യെ അല്ലാതെ പാട്ട മാപ്പ് കയറി വന്ന് ഗൈസ്. ആൽഫയും തന്നെ കയറിയാനേട്ടാ എനിക്കിഷ്ടമല്ല ഇപ്പോൾ മാപ്പ്. കളി കയറാൻ തന്നെ 2 മിനിറ്റാണ് ഗൈസ് എടുത്തത്. അപ്പോൾ 2 സീസണാണ് കളിച്ചത് നമ്മളിന്ന്. ഓക്കെ, 2ാമത്തെ സീസൺ കഴിയാൻ പോണം. നോക്കാം എന്താവും ഈ കളി. ഇന്നലത്തെ പോലെ ലോൺ വോൾഫ് മുൻകുവോ അതോ ഈ കളി രക്ഷപ്പെടുത്തും. ഇന്നലെ എന്തായിരുന്നു, ഒരു ലോൺ വോൾഫ് ഒരു മലയാളീനെ കിട്ടിയിട്ട് അവൻ്റെ റിക്വസ്റ്റ് ഇട്ടപ്പോൾ അവൻ എടുത്തില്ല. അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവന്മാരുടെ കാര്യം അങ്ങനെയാണ്, നമ്മളാരും പിന്നെ റിക്വസ്റ്റ് ഒന്നും എടുക്കത്തില്ല. ഇതിനിടെ എനിക്ക് മാത്രം അടികൊള്ളാണ്. നീ ഞാൻ പോണു, എനിക്ക് ആന്തല്ലേ എടാ. ഇത് ഉള്ള എനിമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പക്ഷെ പൊട്ടിക്കഴിഞ്ഞാലും എനിക്കൊന്നും പറ്റില്ല എന്ന് മാത്രം. ഇവിടെ ഇതെന്നാ ഇമാരി എടുക്കും, ഇമാർക്ക് അത്രയ്ക്ക് പോയാ അമ്മേ. ഇതന്നെ ഉള്ള ന്യൂബന്മാർ മൊത്തമുണ്ട്, ഇതിലുള്ള പ്രോബ്ലം മൊത്തമുണ്ട്. അവൻ ചത്ത്. ഗൈസ് ഒരുമാതിരി ലാഗ് ഗൈസ്, എന്താ പറ്റിയേ? ഞാനൊന്ന് മറ്റേ ഇത് ഓണാക്കിയിരുന്നു, പെർഫോമൻസ് മോഡ്. നീ കൊടുക്കത്തില്ലാത്. ജയിക്ക് കളി ജയിച്ച് ഗൈസ്, രക്ഷപ്പെട്ട്. ഭാഗ്യമുണ്ട് എനിക്ക്. GTG എന്തൊരു പേജാണ്, GTGs അതിന് പേരുടെ കേട്ടെ. ഇപ്പോൾ നമുക്ക് ഹെഡ്ഷോട്ട് അടിക്കാൻ വേണ്ടി കിങ് ഫിഷർ എടുത്തുകൊണ്ട് പോവാം, അടിച്ച് കയറ്റി തൂപ്പാലാക്കി ഇട്ടിട്ട് വരാം. പക്ഷേ ഈ കളിയിൽ കട്ടാനെ അങ്ങനെ ഒരു കാര്യങ്ങളും കിട്ടിയില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. ബൈ ദ വേ, ഈ ഒരു ബണ്ടിൽ ഇതെങ്ങനെയുണ്ട് നിങ്ങളൊന്നിപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയ ഞാൻ ഡ്രസ്സിൻ്റെ ഒരു കോഡ് എടുത്തിട്ടതാണ്. ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയുക കേട്ടോ. ഞാനൊരു പുതിയ രീതിയിൽ ആലോചിച്ച് കണ്ടുപിടിച്ചത്. എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട്